ഈ പടം ഞാൻ കാണാൻ വേണ്ടി നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതിന്റെ ഷോ ഉണ്ടായിരുന്നില്ല. സോ 10-15 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിറൈ, സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത് വിക്രം പ്രഭു, LK അക്ഷയ് കുമാർ, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ തമിഴ് പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയെ കുറിച്ചാണ് ഇന്ന്. ഒരു സിൻസിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അക്യൂസ്ഡിനെ കൊണ്ട് കോടതിയിലേക്ക് പോകുന്ന വഴി നടക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു മികച്ച പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയാണ് സിറൈ. നല്ലൊരു കഥ തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അത് നല്ല രീതിയിൽ റോ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ നല്ല സ്ക്രിപ്റ്റ്, നന്നായിട്ട് എഴുതിയ ക്യാരക്ടേഴ്സ്, നല്ല ഡയലോഗ്സ് ഉണ്ട് പടത്തില്. ഇതിന്റെ സ്റ്റേജിങ്ങും മേക്കിങ്ങും ഒക്കെ മികച്ചതാണ്. കിടിലൻ പെർഫോമൻസുകളും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളെ ഇമോഷണലി കണക്ട് ആക്കുന്നുമുണ്ട് സിനിമ. പ്രണയവും കാത്തിരിപ്പും മനുഷ്യത്വവും മതം കൊണ്ടുള്ള വേർതിരിവിനെ കുറിച്ചും ഒക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. ഇതിൽ വിക്രം പ്രഭുവിന്റെ ക്യാരക്ടർ അവസാനം പോലീസുകാരുടെ അധികാര പരിധി വെച്ചിട്ട് അവർക്ക് പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ച് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള കഥ എന്നും പറയാം. താനാക്കാരൻ എന്ന തമിഴ് പടം എഴുതി ശ്രദ്ധേയനായിട്ടുള്ള തമിഴാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. പുതുമുഖം സുരേഷ് രാജകുമാരിയാണ് ഈ സിനിമയുടെ സംവിധാനം. രണ്ടുപേരും പ്രത്യേക അഭിനന്ദനം തന്നെ അർഹിക്കുന്നുണ്ട്. സിനിമ തുടങ്ങിയ ഒരു ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് പടം. തുടക്കത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ട്. അവിടെ മുതൽ പടം ഗ്രിപ്പിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എടുത്തു പറയേണ്ട ഒരുപാട് കിടിലൻ സീനുകൾ തന്നെ സിനിമയിലുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. പടം മുഴുവൻ എന്തോ ഒരു ഭീകര ദുരന്തം ഉണ്ടാകുമെന്ന ഒരു ഫീൽ, ആ ഒരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ വെട്രിമാരൻ സിനിമകളുടെയൊക്കെ ആ ഒരു മൂഡ് ഈ പടവും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും പടം വെട്രിമാരൻ സിനിമകളിൽ നിന്നും ഡിഫറന്റും ആണ്. അതുപോലെ തന്നെ ഈ വർഷം ഇറങ്ങിയ കോർട്ട് എന്ന് പറഞ്ഞൊരു തെലുഗു പടം ഉണ്ടായിരുന്നു, ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെയും ഒരു വൈബ് എനിക്ക് തോന്നി. എന്നാൽ അതിൽ നിന്നും ഈ പടം ഡിഫറന്റും ആണ്. ഇൻട്രോ മാത്രമല്ല, നല്ല ഇന്റർവെൽ ബ്ലോക്ക്, മികച്ചൊരു ക്ലൈമാക്സും ഒക്കെ സിനിമയ്ക്കുണ്ട്. മൊത്തത്തിൽ ഒരു കിടിലൻ തമിഴ് പടം എന്ന് തന്നെ പറയാം. ഗംഭീര പ്രകടനങ്ങളും പടത്തിന്റെ പോസിറ്റീവ് ആണ്. കോൺസ്റ്റബിൾ കതിറായിട്ട് വിക്രം പ്രഭു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് റോൾ എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ ഇങ്ങനെ പ്രതിയെ ഇരുത്തിക്കൊണ്ട് പുള്ളി ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നമുക്ക് ആ ദേഷ്യം തോന്നും. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടാണ് പുള്ളി അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ശരിക്കുമുള്ള ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയാവുന്ന 2 കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിൽ ഒന്ന് പുതുമുഖം LK അക്ഷയ് കുമാറാണ്. നമ്മുടെ ഹിന്ദി അക്ഷയ് കുമാർ അല്ല കേട്ടോ. അബ്ദുൾ റൌഫ് എന്നൊരു കഥാപാത്രമാണ് പയ്യൻ ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് ഇതിലെ അക്യൂസ്ഡ്. ഒരേ സമയം നിഷ്കളങ്കതയും അതുപോലെ ദുരൂഹതയും ഒക്കെ തോന്നിക്കേണ്ട ഒരു മുഖമാണ്. അക്ഷയ് കുമാർ ആ ക്യാരക്ടറിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു. കിടുവായിട്ട് തന്നെ പയ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നടി അനിഷ്മ അനിൽകുമാറാണ്. അതായത് നമ്മുടെ മരണമാസ്, അയാം കാതലിനൊക്കെ നായികയായിട്ട് അഭിനയിച്ച നടി. കലയരസി എന്ന നായിക വേഷത്തിൽ അനിഷ്മയാണ് വന്നിട്ടുള്ളത്. പുള്ളിക്കാരുടെ ചിരിയും നിഷ്കളങ്ക ഭാവവും ദയനീയതയും ഒക്കെ നിറഞ്ഞ മുഖഭാവവും ഒക്കെ കൊണ്ട് ആ ക്യാരക്ടറിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു അനിഷ്മ. സ്വന്തം ശബ്ദമാണ് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വിക്രം പ്രഭുവിന് ഒത്തു തന്നെ പടത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതില് വെറും 5 മിനിറ്റ് മാത്രം വന്നിട്ട് ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു നടനുണ്ട്. ഇൻസ്പെക്ടർ ഖാദർ എന്ന റോളിൽ വന്ന മൂന്നാർ രമേശ്. പുള്ളിയുടെ ഒരു 2 ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് നൽകിയത്. മലയാളം നടി രമ്യ സുരേഷ് ആണ് അബ്ദുളിന്റെ അമ്മയായിട്ട് വരുന്നത്. കേരളത്തിൽ നിന്നും പോയിട്ട് തമിഴ്നാട് താമസിക്കുന്ന ഒരു കഥാപാത്രമാണ് രമ്യ ചെയ്തിട്ടുള്ളത്. മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിക്രമിന്റെ ഭാര്യയായിട്ട് വന്ന ആനന്ദ തമ്പിരാജയും കൊള്ളാമായിരുന്നു. അഭിനയിച്ച ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് മികച്ചതാണ്. മാധേഷ് മാണിക്യമാണ് ഈ സിനിമയുടെ ക്യാമറ. ഫിലോമിൻ രാജാണ് എഡിറ്റിംഗ്. ഡീസന്റ് ആയിട്ടുള്ള വർക്കുകളാണ്. സിനിമയിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന്റെ പോസിറ്റീവ് തന്നെയാണ്. ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക്. പാട്ടുകളെല്ലാം തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം മെലഡി സോങ്സ് ആണ്. അതിന്റെ പിക്ചറൈസേഷനും മികച്ചതാണ്. അതുപോലെ ഇതിന്റെ സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സിങ്ങും എടുത്ത് തന്നെ പറയണം. എനിക്ക് പടത്തിലെ വലിയ നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ആകെ ഒരു സംതൃപ്തിക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. അയാൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് പുള്ളിയുടെ ക്യാരക്ടർ പോയില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ നായിക ആദ്യം തന്നെ ഒരു സിനിമ കണ്ടിട്ട് പറയുന്നുണ്ട് ഈ പടം മാറ്റ്, ഇത് ഭയങ്കര ഡിപ്രസിംഗ് ആണ് എന്ന്. അതുപോലെ ഈ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് കുറച്ച് ഡിപ്രസിംഗ് ആണ് എന്ന് തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല. ഇതിലെ പ്രണയ രംഗങ്ങളും ചിലർക്ക് ചിലപ്പോൾ യൂഷ്വൽ ആയിട്ട് തോന്നാനുള്ള സാധ്യതയും ഉണ്ട്. മൊത്തത്തിൽ ഈ വർഷം തമിഴിൽ നിന്ന് വന്ന ഒരു മികച്ച സിനിമയാണ് സിറൈ. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കേരളത്തിലെ പടത്തിന് സ്ക്രീനുകൾ കുറവാണ്, പ്രേക്ഷകരും കുറവായിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ ഈ പടം നന്നായിട്ട് ഓടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിത് കാണാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഓടുന്നില്ലാത്തതുകൊണ്ട് കൊച്ചിയിൽ ഫോറം മാളിൽ പോയാണ് കണ്ടത്. സോ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള റോ ആയിട്ടുള്ള പോലീസ് പ്രൊസീജിയറൽ ക്രൈം ഡ്രാമാസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ സിനിമ. പടം തിയേറ്ററിലാണ് ഇപ്പോൾ ഓടുന്നത്. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.